ഹായ് ഗൈസ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അഭിയുടെ കള്ളത്തരങ്ങളൊക്കെ അങ്ങ് അതിര് കടക്കുകയാണ്. അപ്പോൾ ആദർശാണേലും പറയുന്നുണ്ട്, ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, അഭിയുടെ കള്ളത്തരങ്ങളൊക്കെ പിടിക്കണം, അവന് ഓഫീസിലൊക്കെ കാണിച്ചു കൂട്ടുന്ന കള്ളത്തരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ നവ്യ സത്യങ്ങൾ തിരിച്ചറിയാണ്. നവ്യ നയനയുടെ മുറിയിൽ ചെല്ലുമ്പം ആ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് അവിടെ നിന്ന് കിട്ടുകയാണ് ചെയ്യുന്നത്. അത് കിട്ടിക്കഴിയുമ്പോൾ നവ്യ അത് വായിച്ചൊക്കെ നോക്കുകയാണ്. അത് കഴിയുമ്പോൾ അന്തം വിട്ട് പോവുകയാണ് നവ്യ. എന്നിട്ടും ഇതൊന്നും ഇവരെന്താ പറയാത്തത്, അഭിയെ എന്തുകൊണ്ട് അനന്തപുരിയിൽ നിന്ന് പുറത്താക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ നവ്യ ചിന്തിക്കുകയാണ് കേട്ടോ. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ആദർശും നയനയും കൂടി ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, ഓഫീസിലാണെങ്കിലും ഇവൻ എന്തൊക്കെയോ തരികിട ചെയ്തിട്ടുണ്ട്, അന്നത്തെ ആ കള്ളക്കടത്തിലൊക്കെ ഇവനാണ് പങ്കെന്ന് സംശയമുണ്ടെന്ന് പറയാം. അപ്പം നയനയും പറയുന്നുണ്ട്, ശരിയാണ്, ഇപ്പോഴും ആ അന്വേഷണമൊന്നും ഒന്നും ആയില്ല ആദർശേട്ടാ, അഭിയുടെ കളികളൊക്കെ കുറേ കൂടുന്നുണ്ട്, അവനെ ഒന്ന് കടിഞ്ഞാണിട്ട് നിർത്തണ്ടേ എന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതെ, അത് ചെയ്യണം, അവന് അവിടുത്തെ അന്വേഷണങ്ങളൊന്നും നീങ്ങുന്നില്ല, മുത്തശ്ശനാണെങ്കിൽ ആ അന്വേഷണ ഉദ്യോഗസ്ഥനോട് നല്ല രീതിയിൽ അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ഒരു ഇതും കാണുന്നില്ല എന്ന് പറയാം. അപ്പം നയന പറയുക, അയാൾക്കും എന്തെങ്കിലും തരികിട ഉണ്ടെങ്കിലോ, അഭി ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല, പണം കൊടുത്തിട്ടാണെങ്കിലും ചിലപ്പം അയാളെ എങ്ങാനും വശീകരിച്ച് വച്ചിരിക്കുകയാണെങ്കിൽ അതുകൊണ്ടായിരിക്കും ചിലപ്പം അയാൾ ഈ അന്വേഷണമൊന്നും മുന്നോട്ട് കൊണ്ടുപോകാത്തതെന്ന് പറയാണ്. അപ്പോഴേക്കും ആദർശം പറയുന്നുണ്ട്, അങ്ങനെ ഒരു കാര്യമുണ്ട്, അഭി ആയതുകൊണ്ട് അതും ചെയ്യലെന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയാം. അപ്പം നയന പറയുന്നുണ്ട്, അതുകൊണ്ട് മുത്തശ്ശനോട് നമുക്ക് ഈ കാര്യം ഒന്ന് സംസാരിക്കണം ആദർശേട്ടാ, നബിയെ അങ്ങനെ വെറുതെ വിടരുത്, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യണം, മുത്തശ്ശനോട് പറഞ്ഞ് ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഒന്ന് മാറ്റി ആ പകരം അതിലുമൊക്കെ നല്ല ഒരാളെ ആക്കാൻ മുത്തശ്ശനോട് പിന്നെ പിടിപാടൊക്കെ ഉണ്ടല്ലോ എന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇത് ഞാനും ആലോചിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി, അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു പുരോഗതിയില്ല, ഇങ്ങനെ ഒരു കള്ളൻ നമ്മുടെ കമ്പനിയിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ കമ്പനി തകർന്നു പോകുമെന്നുള്ളതിന് ഒരു സംശയമില്ലെന്ന് പറയാണ്. അപ്പം നയന പറയാണ്, ഇപ്പം തന്നെ അഭിക്ക് ഒരു ജ്വല്ലറിയുടെ ചുമതല കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതൊന്നും പൂർണ്ണമായിട്ടും കൊടുക്കത്തില്ല, അതുകൊണ്ട് നവ്യേച്ചിക്ക് ഭയങ്കര ദേഷ്യമാണ്, എല്ലാവരും മനഃപൂർവ്വമാണ് കൊടുക്കാത്തതെന്നാണ് പറയുന്നത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശനോട് ഇക്കാര്യം നമുക്ക് സംസാരിക്കണം എന്ന് പറയാം. അങ്ങനെ ഇവർ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നവ്യ വരികയാണ്. നവ്യ വന്നിട്ട് ചോദിക്കുകയാണ്, എനിക്ക് ആദർശേട്ടനോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറയാം. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ നവ്യെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, അത് ആദർശേട്ടാ, ഞാൻ ഇക്കാര്യം മുത്തശ്ശിയോടും സംസാരിച്ചതാണ്, പക്ഷേ അവർ ഇതിനെക്കുറിച്ചിട്ടൊന്നും പറയുന്നത് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് ആദർശേട്ടനാണെന്നാണ്, എന്നിട്ട് അങ്ങനെ ഒരു തീരുമാനമൊന്നും എടുത്ത് കണ്ടുമില്ല എന്ന് പറയാം. അപ്പം നവ്യെ ചോദിക്കുമ്പോൾ ആദർശ് ചോദിക്കുക, എന്ത് തീരുമാനം എടുക്കുന്ന കാര്യമാണ് നവ്യ പറയുന്നത്, അല്ല നിങ്ങൾക്കൊക്കെ കമ്പനിയുടെ ചുമതലകളൊക്കെ ഉണ്ടല്ലോ, ആദർശേട്ടന് ചുമതലയുണ്ട്, അതുപോലെ എനിക്ക് വരെ 3 ബ്രാഞ്ചിൻ്റെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്, അവൻ പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യുന്നൊന്നും ഇല്ലെങ്കിലും അവനെ അത് ഏൽപ്പിച്ചിട്ടുണ്ട്, പക്ഷേ അഭിക്ക് ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതുപോലും പൂർണ്ണമായിട്ട് കൊടുത്തിട്ടില്ല, വാക്കാൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇപ്പം ഞങ്ങൾക്കൊരു കുടുംബമായി, ഒരു കുഞ്ഞായി, അഭിക്കും എന്തെങ്കിലുമൊക്കെ ചുമതല കൊടുക്കണ്ടേ, നേരത്തെ ആണെങ്കിൽ ഇതൊക്കെ ഞാൻ സമ്മതിച്ചു തന്നേനെ, കാരണം അഭി ഒരു മഹാ ഉഴപ്പനായിരുന്നു, അതുകൊണ്ട് അവന് ഒരു ബ്രാഞ്ചിൻ്റെ പോലും ചുമതല കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു, അത് നമ്മുടെ കമ്പനിക്ക് ദോഷമായിരുന്നു, പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ, അഭി ഒരുപാട് മാറിയിട്ടുണ്ട്, കുടുംബത്തോട് ഉത്തരവാദിത്വമൊക്കെ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, എന്നെയും കുഞ്ഞിനെയൊക്കെ വളരെ നന്നായിട്ട് സ്നേഹിക്കുന്നുമുണ്ട്, അങ്ങനെയുള്ളപ്പം അഭിക്കൊരു ചുമതല കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ട് ആദർശേട്ടൻ തടഞ്ഞു വെച്ചിരിക്കുന്നത്, അഭിയോട് എന്തെങ്കിലുമൊക്കെ വ്യക്തി വൈരാഗ്യം കാണുമെന്ന് എനിക്കറിയാം, പക്ഷെ അങ്ങനെ പറ്റില്ല, അഭിക്കും എന്തെങ്കിലുമൊക്കെ കമ്പനിയുടെ ചുമതല കൊടുക്കണമെന്ന് പറയാം. അപ്പോൾ ഉടനെ ആദർശ് പറയാണ്, അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമൊന്നും അല്ല, മുത്തശ്ശനും കൂടി എടുത്തിട്ടുള്ളതാണ്, അത് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം കാണും, ഇല്ലാതല്ല എന്ന് പറയാണ്. അപ്പം നവ്യ പറയാണ്, പ്രത്യേകിച്ച് എന്ത് കാരണം ഉണ്ടെന്നാ, ഇപ്പോൾ ആദർശേട്ടൻ കമ്പനിയുടെ MD ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ, പക്ഷേ ആദർശേട്ടൻ ചെയ്തത്രയും വലിയ തെറ്റൊന്നും അഭി ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുക. അപ്പോഴേക്കും നയന പറയുക, നവ്യേച്ചി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇനി സംസാരിക്കേണ്ട, ആദർശേട്ടൻ എന്ത് വലിയ തെറ്റ് ചെയ്തെന്നാണ് ഈ പറയുന്നത്, നിനക്കൊന്നും അറിയില്ലല്ലേ, നീ കണ്ണടച്ചിരുട്ടാക്കുക, അല്ലേലും ഭർത്താവിൻ്റെ അവിഹിത ബന്ധത്തിലുണ്ടായ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് കൊണ്ടു നടക്കാൻ നിന്നെക്കൊണ്ട് മാത്രമേ പറ്റുള്ളൂ, എനിക്കതിനൊന്നും പറ്റില്ല,
നവ്യത ഇങ്ങനെയൊക്കെയാണ് ഉള്ളത് മുഖത്ത് നോക്കി ചോദിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കാര്യം ചോദിക്കാൻ വന്നത്. ആദർശേട്ടൻ ചെയ്തത്രയും വലിയ തെറ്റൊന്നും അഭി ചെയ്തിട്ടില്ല. അഭി പല തെറ്റുകളും ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് അഭിക്ക് ഒരു ബ്രാഞ്ചിൻ്റെ പോലും ചുമതല ഏൽപ്പിച്ചു കൊടുക്കാത്തത്? ആദർശേട്ടൻ മനഃപൂർവ്വം വൈരാഗ്യം തീർക്കുന്നതല്ലേ? അത് പിന്നെ അഭിക്ക് വേണ്ടി ഞാൻ ചോദിച്ചില്ലേ പിന്നെ ആര് ചോദിക്കും? നിന്നെപ്പോലെ എപ്പോഴും ആദർശേട്ടനെ താങ്ങി നടക്കാനൊന്നും എനിക്ക് പറ്റില്ല. മുത്തശ്ശനെടുക്കാൻ പറ്റാത്ത തീരുമാനം ആദർശേട്ടനാണ് എടുക്കേണ്ടത്. അതുപോലും ചെയ്യാത്തതുകൊണ്ട് അഭിയെ ഇങ്ങനെ തഴഞ്ഞിടരുതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടങ്ങ് പോവുകയാണ് നവ്യ. അപ്പോൾ ഇതൂടെ കേൾക്കുമ്പോൾ നമ്മുടെ നയന പറയുകയാണ് ആദർശിനോട്, ആദർശേട്ടാ നവ്യേച്ചിയാണെങ്കിൽ ദേ ഇത്രയൊക്കെ ദേഷ്യപ്പെട്ടു. സത്യാവസ്ഥയൊന്നും അറിയാതെയാണ് നവ്യേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നവ്യേച്ചി ഇനിയിപ്പം സത്യം കൂടി അറിഞ്ഞാൽ അഭിയാണ് ഈ തെറ്റ് ചെയ്തത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താവും അവസ്ഥ എന്നൊന്നും പറയാൻ പറ്റില്ല. നവ്യേച്ചി ചിലപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോകും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് എന്തായാലും അഭിക്ക് ഇപ്പം അങ്ങനെ ബ്രാഞ്ചിൻ്റെ ചുമതല പൂർണ്ണമായിട്ട് കൊടുക്കുന്നില്ല. മറ്റേ ആ കള്ളക്കടത്ത് കേസിൻ്റെ ഒരു തെളിവൊക്കെ കിട്ടട്ടെ, അതിൻ്റെ കുറ്റം ആരാ ചെയ്തതെന്ന് അറിയട്ടെ. അഭിക്ക് അതിൽ പങ്കൊന്നുമില്ലെങ്കിൽ തീർച്ചയായും അവനെ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല ഏൽപ്പിക്കാമെന്നൊക്കെ പറയാം. എന്നിട്ട് മുത്തശ്ശനോട് പോയി സംസാരിക്കാൻ ആദർശും നയനയും കൂടെ. മുത്തശ്ശ, ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. നവ്യേച്ചി നല്ല ദേഷ്യത്തിലാണ്. അഭി ചെയ്ത തെറ്റെന്താണെന്ന് നവ്യേച്ചിക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നവ്യേച്ചി അഭിയെ ന്യായീകരിച്ചുകൊണ്ട് വരികയാണ്. ആദർശേട്ടനോട് വന്നിപ്പം ഒരുപാട് മോശമായിട്ട് സംസാരിച്ചു. ആദർശേട്ടൻ മനഃപൂർവ്വമാണ് അഭിക്ക് ആ ബ്രാഞ്ചിൻ്റെ ചുമതലയൊന്നും ഏൽപ്പിച്ച് കൊടുക്കാത്തതെന്നാണ് നവ്യേച്ചി പറയുന്നത്. അതിനൊരു പരിഹാരം ഉടനെ തന്നെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ഒരു യുദ്ധത്തിനുള്ള പുറപ്പാടാണെന്ന് പറയാണ്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അഭി ചെയ്തു വച്ചിരിക്കുന്ന തെറ്റെന്താണെന്ന് അവൾക്കറിയില്ലല്ലോ. അതറിയാതെയല്ലേ അവൾ അവനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അവൾ അതെങ്ങാനും അറിഞ്ഞാൽ എന്താവും അവസ്ഥ എന്ന് അറിയുമോ എന്നൊക്കെ ചോദിക്കുക. അപ്പം നയനയും പറയുന്നുണ്ട് കേട്ടോ, അതെ അത് നേരെ തന്നെയാണ്. നവ്യേച്ചി അത് അറിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോകും എന്നുള്ളതിന് ഒരു തർക്കവും ഇല്ല. ഇപ്പോൾ ആദർശേട്ടൻ തന്നെ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തെന്ന് അറിഞ്ഞിട്ട് നവ്യേച്ചിക്ക് അത് സഹിക്കാൻ പറ്റാതെയാണ് ഇരിക്കുന്നത്. ഇനി അഭിയാണ് അത് ചെയ്തതെന്ന് അറിഞ്ഞാൽ പിന്നെ നവ്യേച്ചി ഇവിടെ നിൽക്കില്ല എന്ന് പറയാണ്. കുഞ്ഞുമായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് പറയുമ്പം മുത്തശ്ശൻ പറയാണ് അങ്ങനെ നവ്യ ഇവിടുന്ന് കുഞ്ഞുമായിട്ട് ഇറങ്ങിയൊന്നും പോവില്ല. അങ്ങനെ ഒരു സംഭവം നവ്യ അറിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായാൽ നവ്യ എല്ലാവർക്കും ഇവിടുന്ന് പോകുന്നത് അഭിയായിരിക്കും. അഭി പിന്നെ ഈ അനന്തപുരി തറവാട്ടിലോ മൂർത്തീസ് ജ്വല്ലറിയുടെയോ പരിസരത്ത് പോലും അടുക്കില്ല. നവ്യ പക്ഷേ കുഞ്ഞുമായിട്ട് ഇവിടെ തന്നെ അഭിയുടെ ഭാര്യയായിട്ട് ഇവിടെ തന്നെ ജീവിക്കും എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയാണ് അതൊക്കെ സത്യം തന്നെയാണ്, പക്ഷേ വേറൊരു കാര്യം പറയാനാണ് ഞങ്ങൾ വന്നത്. ജ്വല്ലറിയിൽ അന്ന് നടന്ന സ്വർണ്ണക്കടത്തിൻ്റെ ആ പ്രശ്നമുണ്ടല്ലോ, അത് ആരാണ് ചെയ്തതെന്നുള്ളത് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. അങ്ങനെ തെളിയാതെ ഇരിക്കുമ്പോഴേക്കും അത് നമ്മുടെ ജ്വല്ലറിക്ക് തന്നെയാണ് മോശം. ഇനിയും അങ്ങനെ ഒരു കള്ളൻ നമ്മുടെ ജ്വല്ലറിക്കകത്ത് തന്നെ ഉണ്ടെങ്കിൽ ആ ജ്വല്ലറി നശിക്കാൻ വലിയ സമയമൊന്നും വേണ്ട മുത്തശ്ശ എന്ന് പറയാണ്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അതെന്തായി അന്വേഷണം ആദർശേ? ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഞാൻ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തതാണല്ലോ, അയാളെല്ലാം പെട്ടെന്നാക്കാമെന്നൊക്കെ പറഞ്ഞാണല്ലോ എന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഒരനക്കവും ഇല്ല, ഒരു രീതിയിലും സ്റ്റാഫിനെ വിളിച്ചു പോലും ഒന്ന് ചോദ്യം ചെയ്തിട്ടില്ല. ആരാണ് ഇതിലൊക്കെ പിന്നിലെന്ന് അറിയില്ല, അതുകൊണ്ട് അതറിയണം എന്ന് പറയാം. അപ്പോൾ ഉടനെ നവ്യ പറയുന്നുണ്ട് മുത്തശ്ശനൊന്നും തോന്നരുത്, ഞാനൊരു കാര്യം മുത്തശ്ശനോട് പറയട്ടെ എന്ന് ഉപയോഗിക്കുക. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് നയനമോള് പറഞ്ഞോളൂ. എന്താ നയനമോള് പറയുന്നത്? അങ്ങനെ വെറുതെ വാക്കൊന്നും ആയിരിക്കില്ലല്ലോ. എന്തെങ്കിലും കാര്യമില്ലാതെ നയനമോളൊന്നും പറയില്ല എന്നറിയാം, പറഞ്ഞോളൂ എന്ന് പറയാം. അപ്പം നയന പറയാണ് എൻ്റെ ഒരു സംശയമാണ്, ഇതിൻ്റെയൊക്കെ പിന്നിൽ അഭിയുടെ കൈകളുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയാം. കാരണം ആ ഒരു സ്വർണ്ണപ്പണിക്കാരനെ അതിലേക്കൊക്കെ നയിച്ചത് അഭിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുപോലെ ആ SIയുമായിട്ട് ഒരു ദിവസം വഴിയിൽ വെച്ച് അഭി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടതാണ്. അത് വെറൊരു സംസാരം അല്ലായിരുന്നു. അയാളെയും എങ്ങനെയോ സ്വാധീനിച്ച് അഭി അന്വേഷണം തിരിച്ചു വിട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് മുത്തശ്ശ എന്ന് പറയാം. അപ്പം മുത്തശ്ശനും പറയുന്നുണ്ട് നമ്മുടെ ജ്വല്ലറിയിൽ നമ്മുടെ കൂട്ടത്തിൽ ഒരാളത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അഭി തന്നെ ആയിരിക്കുള്ളൂ. പല പ്രാവശ്യവും അവൻ അങ്ങനെ അല്ല എന്നൊക്കെ നമ്മൾ വിശ്വസിക്കാൻ ശ്രമിക്കുമ്പോഴും അവൻ ഓരോ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവനായിരിക്കും എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. പക്ഷേ അന്വേഷണം എങ്ങും എത്തുന്നില്ലല്ലോ. ഇനിയിപ്പോൾ അവനത് ചെയ്തതെന്നുണ്ടെങ്കിൽ അവന് മാതൃകാപരമായിട്ട് ശിക്ഷിക്കുക തന്നെ ചെയ്യണം എന്ന് മുത്തശ്ശൻ പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് മുത്തശ്ശനൊന്ന് വിചാരിച്ചാൽ അന്വേഷണമൊക്കെ ദ്രുതഗതിയിലാകും. അതിനായിട്ട് DGPക്കൊക്കെ ഒരു ലെറ്റർ കൊടുത്ത് പുതിയൊരു അന്വേഷണ ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചാൽ മതി. മുത്തശ്ശൻ വിചാരിച്ചാൽ നടക്കൂന്ന് പറയാണ്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ശരി ആദർശേ, ഞാൻ ചെയ്യാം. ഉടനെ തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി വേറൊരാളെ വെച്ച് അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം.
ഏതായാലും നമ്മുടെ ജ്വല്ലറിയിൽ തന്നെ അങ്ങനെ ഒരു കള്ളൻ ഇരിക്കുന്നത് നമുക്ക് തന്നെ ദോഷമാണ്, നമ്മുടെ കുലം തന്നെ മുടിക്കും എന്നൊക്കെ മുത്തശ്ശനും പറയാണ്. അങ്ങനെ നയനയും ആദർശവും കൂടെ അവിടുന്ന് പോവുക. അപ്പോൾ വീണ്ടും ആദർശ് പറയുന്നുണ്ട്, ഇപ്പോൾ നവ്യേച്ചി പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ നവ്യേച്ചി ഇനിയിപ്പം നിൻ്റെ വീട്ടിലേക്ക് വിളിച്ചു പറയും. നിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ അറിഞ്ഞു കഴിയുമ്പം അവർക്ക് ഭയങ്കര വിഷമമാവുമെന്ന് പറയാം. അപ്പം നയന പറയാണ്, എനിക്കും അറിയാം അവർക്ക് നല്ല വിഷമമുണ്ട്. ആദർശേട്ടനാണ് അങ്ങനെ ഒരു തെറ്റ് ചെയ്തതെന്ന് ഓർത്ത് അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അബിയാണിനി അങ്ങനെ ഒരു തെറ്റ് ചെയ്തതെന്ന് അറിഞ്ഞാലും അവർക്ക് ഇത്രയൊരു വിഷമം ഉണ്ടാവില്ല. കാരണം അബിയിൽ നിന്ന് അവർ ഒരുപാടൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ആദർശേട്ടനെ അങ്ങനെയല്ല അവർ കണ്ടിരിക്കുന്നതെന്ന് പറയാം. ആദർശ് പറയുന്നുണ്ട്, അതിലെനിക്കും വിഷമമുണ്ട്. എന്നെ എല്ലാവരും ഒരു കുറ്റക്കാരനായിട്ട് ഇങ്ങനെ മുൾമുനയിൽ നിർത്തുമ്പോൾ സത്യങ്ങളൊക്കെ അവരോട് നിനക്ക് തുറന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ എല്ലാവരും അറിഞ്ഞതുപോലെ അമ്മയും അതുപോലെ മറ്റുള്ളവരും ഒക്കെ അറിഞ്ഞതുപോലെ നിൻ്റെ അമ്മയും അച്ഛനെയും കൂടെ ആ വിവരം ഒന്ന് അറിയിച്ചുകൂടെ എന്ന് ചോദിക്കുക. അപ്പം നയന പറയാം, ഓ അതൊന്നും വേണ്ട, അങ്ങനെയൊന്നും ചെയ്യണ്ട. കാരണം അങ്ങനെ ചെയ്ത് അച്ഛനും അമ്മയും അറിഞ്ഞു കഴിഞ്ഞാൽ അത് നവ്യേച്ചി അറിയും. സാരില്ല, ഇനി എന്തെങ്കിലും അതൊക്കെ അവർ അറിയുന്ന സമയത്ത് അറിഞ്ഞാൽ മതി, അല്ലാതെ അതൊന്നും അറിയണ്ടെന്ന് പറയാം കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എല്ലാം നിൻ്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്ന് പറയാം. അതേസമയം നമ്മുടെ കനകയെ വിളിച്ചിട്ട് നവ്യ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയാണ്. ആദർശ് മനഃപൂർവ്വമാണ് അബിയുടെ ആ ഒരു കമ്പനിയിലേക്കുള്ള ഒരു ചാർജ് മാറ്റി വച്ചിരിക്കുന്നത്. ഒരു കമ്പനി ഏൽപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ആദർശ് മനഃപൂർവ്വം മാറ്റിയിരിക്കുകയാണ്. ആദർശാണ് എല്ലാ തെറ്റുകളും ചെയ്തിരിക്കുന്നത്. പക്ഷേ അബിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണെന്നൊക്കെ നവ്യ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഒരു ദേഷ്യത്തിന് കനക നയനയെ വിളിക്കുകയാണ്. നയന ഫോൺ എടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താമ്മ ഇപ്പോൾ വിളിച്ചത്? ഈ സമയത്ത് ഇത് അമ്മ വിളിക്കാറില്ലല്ലോ, എന്താ ഇപ്പോൾ വിളിച്ചതെന്ന് ചോദിക്കുക. അപ്പോൾ കനക പറയാം, മോളെ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? നവ്യ ഇപ്പോൾ എന്നെ വിളിച്ചിരുന്നു, അവൾ നല്ല വിഷമത്തിലാണ് മോളെ എന്ന് പറയാണ്. അപ്പം നയന പറയാം, എന്തിനാ ചേച്ചി ഇപ്പോൾ വിഷമിക്കുന്നത്? ചേച്ചിക്ക് ഇപ്പം വിഷമിക്കാൻ വലിയ കാര്യങ്ങളൊന്നുമില്ലല്ലോ, അബിയുടെ സ്വഭാവമൊക്കെ മാറിയില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ തന്നെ കനക പറയാണ്, അബിയുടെ സ്വഭാവമൊക്കെ മാറി, അത് തന്നെയാണ് ഇപ്പോൾ അവളുടെ വിഷമം. എന്നിട്ടും അവനെ എല്ലാവരും തഴയുവാണെന്നാണ് അവൾ പറയുന്നത്. അവന് കൊടുക്കാമെന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ചുമതല പോലും ആദർശ് തടഞ്ഞു വച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചത്. മനഃപൂർവ്വമാണ് അത് ചെയ്തതെന്നാണ് അവൾ പറയുന്നതെന്ന് പറയുക. അപ്പോൾ ഉടനെ നയനയ്ക്ക് ദേഷ്യം വരികയാണ്. നയന പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ല, അമ്മ വിചാരിക്കുന്ന പോലൊന്നും അല്ല കാര്യങ്ങൾ. ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുമില്ല, ആദർശേട്ടൻ മനഃപൂർവ്വം അബിയുടെ ആ ഒരു ഇത് തടഞ്ഞു വെച്ചിട്ടുമില്ല എന്ന് പറയാം. പിന്നെ എന്താ ഞാൻ വിശ്വസിക്കേണ്ടത്? നവ്യ പറയുന്നത് ആദർശ് ചെയ്തത്രയും തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അബീന്ന, എന്നിട്ടും എല്ലാവരും അബിയെയാണല്ലോ വീണ്ടും കുറ്റപ്പെടുത്തുന്നതെന്നാ. മോളെ ഒരു കണക്ക് പറഞ്ഞാൽ അത് ശരിയല്ലേ? ആദർശ് ചെയ്തപ്പോൾ ഒരു തെറ്റ്, ഒരു വൃത്തികേട് അബി ചെയ്തിട്ടുണ്ടോ? അങ്ങനൊന്നും ചെയ്തിട്ടില്ലല്ലോ. അബി മോശക്കാരനാണെന്ന് എല്ലാവർക്കും അറിയാം. അവൻ പലവിധ രീതിയിലും പോയിട്ടുണ്ട്. അതൊക്കെ വിവാഹത്തിന് മുമ്പ്, വിവാഹത്തിന് ശേഷവും ചിലപ്പോൾ ചെറിയ കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതുപോലാണോ? ആദർശ് മറ്റൊരു പെണ്ണിനെ പ്രേമിച്ച് ഒരു കുഞ്ഞുണ്ടായിട്ട് അവളെ ഉപേക്ഷിച്ചിട്ട് നിന്നെ വിവാഹം കഴിച്ചില്ലേ? എന്നിട്ട് ഇത്രയും നാളും അവനത് മറച്ചു വച്ചില്ലേ? മോളെ നിനക്ക് എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ സഹിക്കാൻ? നിനക്ക് പറ്റില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക, ഇങ്ങോട്ട് പോരെ. അച്ഛനും ഞാനും കൂടി അത് എപ്പോഴും പറഞ്ഞു, ഇങ്ങനെ സഹിച്ച് നീ അവിടെ നിൽക്കണ്ട, എന്ത് സുഖസൗകര്യത്തിൻ്റെ പേരിലാണേലും മോളെ നീ ഇങ്ങോട്ട് പോരേന്ന് പറയാം. അപ്പം നമ്മുടെ നയനയ്ക്ക് അതങ്ങ് കൊള്ളുക. നയന പറയാണ്, അമ്മേ എന്താ അമ്മ പറയുന്നത്? അമ്മ എന്നെക്കുറിച്ച് അങ്ങനെയാണോ വിചാരിച്ചത്? സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയാണോ ഞാൻ ഇവിടെ നിൽക്കുന്നത്? ആദർശേട്ടനെക്കുറിച്ച് അമ്മ ഇങ്ങനെയാണോ വിചാരിച്ചത്? നിങ്ങളുടെ മരുമകനായിട്ട് നിന്ന് ആദർശേട്ടൻ ഇങ്ങനെ ഒരു തെറ്റു ചെയ്യുമെന്നൊക്കെ അമ്മ വിശ്വസിക്കുന്നുണ്ടോ? അപ്പം കനക പറയാം, പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ആദർശ് തന്നെയല്ലേ ഏറ്റു പറഞ്ഞത് അവൻ്റെ കുഞ്ഞാണെന്ന്. പിന്നെ ഇനി ഇതിൽ പര എന്ത് തെളിവാ മോളെ വേണ്ടത്? നിനക്ക് അവനോട് സ്നേഹം ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും നീ അവനെ താങ്ങി ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ നിൻ്റെ വില പോവാണ് മോളെ അവിടെ. നീ അവിടെ ഒന്നും അല്ലാതായി തീരുവല്ലേ എന്തൊക്കെ പറയുക. അപ്പം നയന പറയാണ്, അങ്ങനെ ഒന്നും അല്ല അമ്മ സത്യം. ഇങ്ങനെ ആദർശനെ ഒന്നും കുറ്റം പറയല്ലേ എന്ന് പറയാം. എനിക്ക് കുറ്റം പറയാതിരിക്കാൻ പറ്റില്ല നയനെ. എനിക്ക് ഒരുപാട് മനപ്രയാസം തോന്നുന്നുണ്ട് ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പം. പിന്നെ ഞാൻ കുറ്റപ്പെടുത്താതിരിക്കുന്നത് എങ്ങനെയാ എന്ന് ചോദിച്ച് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ കനക കൂടി വിളിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പം നയനയ്ക്ക് ഭയങ്കര വിഷമാവുക. നയന ചെന്ന് ദേവയാനിയോട് പറയുന്നുണ്ട്, അമ്മേ എൻ്റെ അമ്മ വിളിച്ചിട്ട് ആദർശേട്ടനെ ഒരുപാട് മോശമായിട്ടാണ് പറഞ്ഞത്. നവ്യേച്ചിയാണെങ്കിൽ ഇവിടുന്ന് വിളിച്ച് ഓരോ കാര്യങ്ങൾ അങ്ങോട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. ആദർശേട്ടൻ ചെയ്ത ഒരു വലിയ തെറ്റാണെന്ന് അവരുടെ മനസ്സിൽ കിടക്കുന്നത് എന്ന് പറയാണ്. അപ്പോൾ ഉടനെ ദേവയാനി പറയാണ്, അതിനവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അത് സത്യമല്ലേ. ആദർശ് ചെയ്ത തെറ്റ് ആരും ക്ഷമിക്കില്ല. സ്വന്തം മകളോട് അങ്ങനെ ചെയ്യുന്ന ഒരുത്തനെ ന്യായീകരിക്കുമോ ഏതെങ്കിലും മാതാപിതാക്കൾ? അതല്ലേ നിൻ്റെ അമ്മയും അച്ഛനും ചെയ്തോളൂ
എന്ന് പറയുമ്പോൾ നയന പറയാണ് അവരിങ്ങനെ തെറ്റിദ്ധരിക്കുമ്പം ആദർശേട്ടനെ കുറ്റപ്പെടുത്തുമ്പം എനിക്ക് മനസ്സിലത് തറച്ച് കയറുക മുള്ളു പോലെ എന്ന് പറയുക. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു മാർഗ്ഗമേ ഉള്ളൂ, വേറൊന്നും നമ്മൾ നോക്കണ്ട, നിൻ്റെ അമ്മയോടും അച്ഛനോടും ഈ കാര്യം സത്യാവസ്ഥ അറിയിക്കുക. എന്തായാലും അഭിയാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തതെന്ന് അറിയുമ്പം ആദർശ് ചെയ്തത്രയും ദുഃഖമൊന്നും അവർക്കുണ്ടാവില്ല. നവ്യയെക്കുറിച്ച് ഓർക്കുമ്പോഴും അവർക്ക് അത്രയും പ്രയാസം ഉണ്ടാവില്ല. അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ നമുക്ക് പോയി അവരെ മാത്രം ആ സത്യാവസ്ഥ അങ്ങ് അറിയിക്കാമെന്ന് പറയാണ്. അങ്ങനെ DNA ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ ആയിട്ട് നയനയും ദേവയാനിയും കൂടെ കനകയുടെയും ഗോവിന്ദൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. അവിടെ ചെന്നിട്ട് അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക ആദർശല്ല ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തതെന്ന്. അപ്പോൾ ആദ്യം അവർ മനസ്സിലാക്കാനായിട്ട് തയ്യാറാവുന്നില്ല. അവർ പറയുകയാണ് പിന്നെ എന്താ നിങ്ങളിങ്ങനെ വന്ന് പറഞ്ഞാലുടനെ ഞങ്ങൾ വിശ്വസിക്കുമോ? ദേവയാനിക്ക് സ്വന്തം മകനെ ന്യായീകരിക്കണമായിരിക്കും, അതുകൊണ്ടല്ലേ ഇവളെയും കൂട്ടി വന്നത്. ഇവൾ പിന്നെ എല്ലാ കാര്യത്തിനും അങ്ങ് സപ്പോർട്ട് ചെയ്ത് നന്മപരമായിട്ട് നിന്നോളുമല്ലോ. അതുകൊണ്ടല്ലേ ഭർത്താവിൻ്റെ ആദ്യത്തെ ഭാര്യയിലുള്ള കുഞ്ഞിനെ ഇങ്ങനെ സ്വന്തം കുഞ്ഞെന്നും പറഞ്ഞ് നടക്കുന്നത്. ഇത്രയും കാലം വിവാഹം കഴിഞ്ഞിട്ടും അവൻ നിന്നെ പറ്റിക്കുമായിരുന്നെന്ന് നിനക്ക് തോന്നിയില്ലല്ലോ നയനെ എന്നൊക്കെ കനക അങ്ങ് പറയാം. അപ്പോൾ ഉടനെ ദേവയാനിയും പറയുന്നുണ്ട് എൻ്റെ മകൻ ആരെയും പറ്റിച്ചിട്ടില്ല, നിങ്ങളെ ആരെയും പറ്റിച്ചിട്ടില്ല, അത് നയനയ്ക്കറിയാം, അതുകൊണ്ടാണ് അവൾ ആദർശിൻ്റെ കൂടെ നിൽക്കുന്നതെന്ന് പറയാം. അപ്പോൾ അതിനെന്താ തെളിവ്? ആദർശ് തന്നെ സമ്മതിച്ചാലേ അവൻ്റെ കൊച്ചാണെന്ന്. ഇനിയിപ്പോൾ അതിന് വേറൊരു തെളിവിൻ്റെ ആവശ്യമുണ്ടോ എന്ന് കനക ചോദിക്കുമ്പം ഈ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് കാണിച്ചിട്ട് പറയാണ് അമ്മ ഇതൊന്ന് നോക്കിക്കേ, അമ്മ മനസ്സിലാക്കണം ഇത് DNA ടെസ്റ്റിൻ്റെ റിസൾട്ടാണ്. അബിയുടെയും ആദർശേട്ടൻ്റെയും അതുപോലെ ചന്തുമോളുടെയും DNAകളുടെ സാമ്യത നോക്കിയപ്പോൾ അബിയുടെ കുഞ്ഞാണ് ചന്തുമോള്, ആദർശേട്ടൻ്റെ കുഞ്ഞല്ല. ഇത് തെളിഞ്ഞ കാര്യമാണ്. ഞങ്ങളുടെ കയ്യിൽ ഈ റിസൾട്ട് ഉണ്ടായിരുന്നു, പക്ഷേ നവ്യേച്ചി ഓർത്തിട്ടാണ് ഈ റിസൾട്ട് ആരോടും പറയാതിരുന്നത്. അബിയോട് പോലും ഇതൊന്നും മുത്തശ്ശൻ ചോദ്യം ചെയ്യാതിരുന്നത് അതുകൊണ്ടാണ്. മുത്തശ്ശൻ പറഞ്ഞത് ഇങ്ങനൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് നവ്യയെ ബാധിക്കും. നവ്യ ഇപ്പോൾ ഒരു പിഞ്ചു കുഞ്ഞിനെയും കൊണ്ട് പ്രസവിച്ചിട്ട് വന്നിരിക്കുകയല്ലേ, അങ്ങനെയുള്ളപ്പം ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അനന്തപുരി തറവാട്ടിൽ നമ്മൾ ഇറങ്ങി പോകേണ്ട അവസ്ഥ വരും. അവളുടെ അവസ്ഥയും ആ കുഞ്ഞിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് ഉടനെ ഒന്നും അത് പറയണ്ട, കാര്യങ്ങളൊക്കെ കുറച്ച് നീങ്ങട്ടെ. നവ്യ ഇതൊക്കെ മനസ്സിലാക്കാൻ ഒരു പക്വത വരുന്ന സമയത്ത് ഇതൊക്കെ പറയാമെന്നാണ് മുത്തശ്ശൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊന്നും പുറത്ത് പറയാതെ ഇരുന്നതെന്നൊക്കെ പറയുമ്പോൾ കനകയും ഗോവിന്ദനും കണ്ണ് നിറയാണ്. എന്നിട്ട് ഗോവിന്ദൻ പറയുന്നുണ്ട് മോളെ അബി അപ്പം നവ്യ ഇങ്ങനെ ചതിച്ചല്ലേ, പാവം നവ്യ, അവളുടെ കയ്യിൽ നേരത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അവൾ അബിയെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു, എന്നിട്ടും അവൾക്കിങ്ങനെ ഒരു വിധി വന്നല്ലോ എന്ന് പറയാം. അപ്പോൾ കനകയും പറയുന്നുണ്ട് ആദർശിനെ ഒരുപാട് തെറ്റിദ്ധരിച്ചു, ആദർശിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റുണ്ടാവുമെന്ന് വിചാരിച്ചപ്പം അങ്ങനെ ചിന്തിക്കാനേ ഞങ്ങൾക്ക് സാധിച്ചുള്ളൂ. ദേവയാനി ക്ഷമിക്കണം, ആദർശിനോട് ക്ഷമ ചോദിച്ചായിട്ട് നിങ്ങൾ ചെന്ന് പറയണം എന്നൊക്കെ പറയാണ് കനക കേട്ടോ. എങ്കിലും കനകയുടെ മനസ്സിൽ തീ കോരി ഇട്ട പോലുള്ള ഒരു അവസ്ഥയാണ്. നയനയുടെ ഭർത്താവ് അങ്ങനെയല്ലെങ്കിലും അബി ഇപ്പോഴും നവ്യയെ ചതിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലോ നന്നായിട്ട് അഭിനയിച്ചുകൊണ്ട് എന്ന് ഓർക്കുമ്പം കനകയ്ക്കും ഗോവിന്ദനും ഭയങ്കര വിഷമം തോന്നുകയാണ് കേട്ടോ. അതേസമയം നവ്യയാണെങ്കിൽ ചന്തുമോളെ നോക്കി നടക്കുകയാണ്. ചന്തുമോള് ഈ റൂമിൽ വന്നിട്ടുണ്ടായിരുന്നു, എന്നിട്ട് കൊച്ചിൻ്റെ കളിപ്പാട്ടം എടുത്തിട്ട് പോയോ എന്നുള്ള സംശയം കൊണ്ട് നോക്കി ചന്തുമോളെ എന്ന് വിളിച്ച് നടക്കുക. എടി എവിടെയടി നീ ആ കുഞ്ഞിൻ്റെ കളിപ്പാട്ടം എടുത്തിട്ട് പോയോ? അതുകൊണ്ട് മുറി വെച്ചോ, എടുത്തെങ്കിൽ അതിങ്ങോട്ട് തിരിച്ചു തന്നേ, നിൻ്റെയൊക്കെ തനി സ്വഭാവം കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞ് നവ്യ ആകെ ബുദ്ധിമുട്ടുക. എന്നിട്ട് നോക്കി നയനയുടെ മുറിയിലേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. അപ്പം നയനയും ഒക്കെ പോയിട്ട് വന്നിരിക്കുക. അപ്പോൾ ഈ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് അവിടെ ടേബിളിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് കേട്ടോ നവ്യ കളിപ്പാട്ടം തപ്പി ചന്തുമോളെ തപ്പിക്കൊണ്ട് നയനയുടെ മുറിയിൽ വരുന്നത്. അപ്പോഴാണ് മേശപ്പുറത്തുനിന്ന് ഒരു പേപ്പർ കാണുന്നത്. അതെടുത്ത് നോക്കുവാണ്, ഒരു കവർ നോക്കുമ്പോൾ എന്തോ ഇതൊക്കെ കാണുമ്പം ഇതെന്താ, ഇതിപ്പം എന്തിൻ്റെ റിസൾട്ടാണ്? ഇനി നയനയ്ക്ക് വല്ല വിശേഷമുണ്ടോ, അതോ അവളോട് ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ പോയായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം, ഇതെന്തിൻ്റെ റിസൾട്ടാണെന്നൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എടുത്ത് നോക്കുമ്പോഴേക്കും DNA ടെസ്റ്റിൻ്റെ റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ അബിയുടെ പേരും ആദർശിൻ്റെ പേരും ചന്തുമോളുടെ പേരും സാമ്പിളും ഒക്കെ ഉണ്ട്. അപ്പോൾ അബിയാണ് ഫാദർ എന്നുള്ള കാര്യം അറിയാണ് DNA ക്രോസ് മാച്ചിൻ്റെ റിസൾട്ട് കണ്ടിട്ട്. അപ്പോഴേക്കും നവ്യയ്ക്ക് തല കറങ്ങുന്ന പോലെയൊക്കെ പെട്ടെന്ന് തോന്നുക. നവ്യയുടെ തല കറങ്ങുമോ വെട്ടി വേർക്കുന്ന പോലെയൊക്കെ തോന്നുക. ഇതെന്താ ഇത് കാണുന്നത് ഞാൻ? നബിയാണോ ചന്തുമോളുടെ അച്ഛൻ? ആദർശേട്ടനെ ഇത്രയും നാളും അപ്പം തെറ്റിദ്ധരിക്കുകയായിരുന്നോ? ഇതെന്താ, എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആകെപ്പാടെ വെപ്രാളപ്പെട്ട് ആ മുറിയിൽ ഇങ്ങനെ അതും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ നവ്യ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്